ആയതിനു ശേഷം സർക്കാർ പുതിയ MLA പുതിയ സർക്കാരിന്റെ ആദ്യ തീരുമാനങ്ങളിൽ തന്നെ ഈ വിഷയം വന്നതിൽ സന്തോഷമുണ്ടോ? ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ഞാനല്ലേ. കാരണം എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിൽ മാടപ്പള്ളി പഞ്ചായത്തിൽ മുഴുവൻ ജനങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാൻ ജയിച്ചു വന്നാൽ MLA ആവുകയാണെങ്കിൽ അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ കെയറെയിൽ പദ്ധതി വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഞാൻ അതിനുവേണ്ടി തന്നെ ഈ സത്യപ്രതിജ്ഞ ചെയ്തതിന് മുമ്പ് തന്നെ തൊട്ട് തലേദിവസം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ മുറി ചെന്ന് കണ്ട് ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തു. ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനമെടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ സമരസമിതി നേതാക്കന്മാരും അദ്ദേഹത്തോട് അതിനു ശേഷം കാണുകയും ചെയ്തു. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം നടന്നു. ഒരു നല്ല കാലം ചങ്ങനാശ്ശേരിക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു തുടക്കമാണ്. ഈ കേസുകൾ, പ്രത്യേകിച്ച് ഈ നിയമ നടപടികൾ, ഭൂമിയുടെ കൈമാറ്റമൊക്കെ വലിയ വിഷമത്തിലായിരുന്നല്ലോ, അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് തീർച്ചയായിട്ടും വസ്തു വിൽക്കാൻ മേല, നമുക്ക് ബാങ്കിൽ ലോൺ കിട്ടുകയില്ല, നിരവധി പ്രശ്നങ്ങൾ, ക്രയവിക്രയങ്ങൾ ഒന്നും നടക്കുകയില്ല, ഇതെല്ലാമായിരുന്നു. അതെല്ലാം മാറി മഞ്ഞക്കുറ്റികൾ മുഴുവൻ മാറ്റുവാൻ വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓർഡർ കൊടുക്കുകയും ചെയ്തു. കേസുകൾ പിൻവലിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാനും ഓർഡർ കൊടുത്തു. SUCയുടെ നേതാവും ഈ സമരസഭയുടെ മുഴുവൻ സമയ പ്രവർത്തകമായ മിനി കെ ഫിലിപ്പ് അടക്കമുള്ളവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സംഘടനാപരമായും ഒക്കെ വലിയൊരു വിജയമായി നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടോ? ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നുണ്ട് ഈ പന്തലിലെ ബഹളം. ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വൈകാരികമായൊരു നിമിഷവും കൂടിയാണ്. വളരെയധികം സന്തോഷമുള്ളൊരു സമയമാണ്. ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 6 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ കടന്നുപോയ ഓരോ വൈകാരിക നിമിഷവും ഞങ്ങളുടെ മനസ്സിൽ പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. അത്രത്തോളം മാനസികമായും ശാരീരികമായും ജനങ്ങൾ ക്ലേശത്തിൽ ആയിപ്പോയ ഒരു സന്ദർഭമായിരുന്നു ഇത്. ജനങ്ങളുടെ വിജയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി ജനാധിപത്യത്തിന്റെയും കൂടെ വിജയമാണ്. കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ഇന്ന് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തെമ്പാടും എല്ലാവരും സന്തോഷം പങ്കിടുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പൊ ഞങ്ങള് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കഴിഞ്ഞ 6 വർഷമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അന്ന് അദ്ദേഹം ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിരുന്നു. ഇന്നലെ ആ ഉറപ്പ് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു പ്രഖ്യാപനം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. വളരെയധികം സന്തോഷം. ജനകീയ സമരങ്ങൾക്ക് ഇനിയും നമ്മുടെ നാട്ടിൽ സാധ്യതകളുണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ തീരുമാനം. ജനകീയ സമരങ്ങൾക്ക് കേവലം സാധ്യത എന്നുള്ളതിനും അപ്പുറത്ത് ജനങ്ങളുടെ ഒരുമ, ജനങ്ങളുടെ ഐക്യം, അതിലൂടെ മാത്രമേ നമ്മൾക്ക് ഏതൊരു പ്രശ്നവും പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ജനങ്ങളെ